യാത്രകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പലപ്പോഴും അതിന് പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു പോയൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് പോയി. ഇത് പോണ വഴിക്കുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി റിലാക്സ് ചെയ്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കണ്ട് ഈ സ്ഥലം കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു തണുത്ത കാറ്റും ആ തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാം, നല്ല രസമാണ്. അപ്പോൾ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. ഞങ്ങൾ പാലക്കാടാണ് കേട്ടോ പോണത്. പാലക്കാട് നമ്മുടെ മണ്ണാർക്കാടിനടുത്തുള്ള സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന സൈലന്റ് വാലിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ രാവിലെ മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്നാണ് കുളിച്ച് ഫ്രഷായി നമുക്ക് വനത്തിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള ടിക്കറ്റുകളൊക്കെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും കൗണ്ടറുകളൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ജീപ്പിലാണ് പോണത്. ബസ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഡ്രൈവർ ചേട്ടൻ തന്നെയാണ് കേട്ടോ നമുക്ക് ഗൈഡായിട്ടും വന്നത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്ന് പോവാണ്. അപ്പം മെയിൻ ഫോറസ്റ്റിലോട്ട് എത്തണമെങ്കിൽ നമുക്കൊരു 1 മണിക്കൂർ അടുത്ത് യാത്രയുണ്ട്. അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട്. നമ്മൾ ഈ പാർക്കിലോ ബീച്ചിലോ ഒന്നും പോണത് പോലെയല്ല. വനത്തിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഒന്നും നമുക്ക് അറിയില്ല എന്താണെന്ന്. ഇനി അടുത്തത് എന്താണ്, എങ്ങനെയാണ്, എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ, അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കും ഈ വനത്തിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ. പിന്നെ നമുക്ക് ഈ ഇടയ്ക്ക് ചീവീടുകളുടെ കരച്ചിലും ഈ പക്ഷികളുടെ സൗണ്ടും മൃഗങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു പേടി തോന്നും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണ് കേട്ടോ പോണത്. നമുക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല. എത്ര സമയം നമ്മളിങ്ങനെ പോയാലും നമുക്ക് ഒരു മടുപ്പും തോന്നില്ല. അങ്ങനെ കുറേ ദൂരെ ഇനി ആ കുറച്ച് ദൂരം അങ്ങോട്ട് പോയാലാണ് നമുക്ക് ആ മെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് എത്തുള്ളൂ. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ശരിക്കും ഇങ്ങനെ ഈ കാഴ്ചകൾ കണ്ടിട്ടുണ്ടല്ലോ ചില സമയത്ത് ഞാൻ പല വീഡിയോസ് എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. അത് കഴിയുമ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഈ വഴി കണ്ട, ഇത് ഈ 2018 വെള്ളപ്പൊക്കത്തിന് ഒലിച്ചു പോയതാണ് കേട്ടോ. പിന്നെ അവർ വീണ്ടും ശരിയാക്കി എടുത്താണ്. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട്. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട് ഈ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രകൾ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, കണ്ട എന്താ ഭംഗി നോക്കിയാൽ. കണ്ടേ, ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. ആ റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള മെയിൻ എൻട്രൻസ് അതെ. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. കണ്ട, ഇതും നല്ല രസമാണ് കാണാനായിട്ട്, ഒരു പ്രത്യേക ഫീല്. കണ്ടോ, അപ്പോൾ ഈ പോണ വഴിക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും വണ്ടി നിർത്തി ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ മരങ്ങളെക്കുറിച്ചും അവിടുത്തെ ഓരോ പ്രത്യേകതകളെക്കുറിച്ചും എല്ലാ ചേട്ടനും ഇങ്ങനെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു വാച്ച് ടവർ ഉണ്ട്, പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ പലതും ഇങ്ങനെ കണ്ട് നമ്മൾ കഴിയുമ്പോഴായിരിക്കും ഇറങ്ങുമ്പോഴായിരിക്കും അയ്യോ വീഡിയോ എടുത്തില്ല. കാരണം നല്ല രസമല്ലേ കാണാനായിട്ട്. അല്ല ഈ പ്ലാവ് കണ്ട്, ഇതൊരു പ്ലാവാണ് കേട്ടോ. ഇത് 150 വർഷം പഴക്കമുള്ള ഒരു മരമാണ് കേട്ടോ ഇത്. അപ്പം അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇങ്ങനെ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അതിനകത്തുണ്ടല്ലോ അത് ആന കൊമ്പ് കൊണ്ട് കുത്തിയതിൻ്റെയും അതിൻ്റെ മേത്തിട്ട് ഉരച്ചിട്ട് അതിൻ്റെ ചെളിയൊക്കെ അതിനകത്ത് പറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു പേടി തോന്നും, അയ്യോ ആനയൊക്കെ വരുന്ന സ്ഥലമാണല്ലോ, അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും. പിന്നെ കണ്ട അതിനെക്കുറിച്ച് ഇങ്ങനെ ആ ചേട്ടൻ പറഞ്ഞില്ല. പിന്നെ അതുകൊണ്ട് അവിടുത്തെ ഓരോ മരങ്ങളും നോക്കി എന്ത് ഹൈറ്റാന്ന് നോക്കി. അപ്പോൾ ഓരോന്നിനും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും ഇങ്ങനെ നമുക്കിങ്ങനെ പറഞ്ഞു തരാണ് കേട്ടോ. ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തന്ന് അങ്ങനെയാണ് യാത്ര പോകുന്നത്. ഇതിലിങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് ഈ ചെറുപ്പം മുതൽ നമ്മൾ ആമസോൺ മഴക്കാടുകൾ, സൈലന്റ് വാലി, റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഇങ്ങനെ ചെറിയ ക്ലാസ് മുതൽ നമ്മളിങ്ങനെ പഠിക്കുന്നതല്ലേ. ആ ഒരു ഇത് നമുക്ക് അത് നമ്മളിങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷം അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടോ, നമ്മുടെ തൊട്ട് പുറകെ തന്നെ വേറൊരു ജീപ്പും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങോട്ട് ടൂറിസ്റ്റുകളായിട്ട് ഇങ്ങനെ കാണാനായിട്ട് വരുന്നത്, ഒരുപാട് പേരുണ്ട്. അപ്പം ഇങ്ങോട്ടൊന്നും സിമെൻറ്റ് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. കണ്ടോ, നല്ല രസമുള്ള കാഴ്ചകളുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട്. ഈ കണ്ടോ, ഇവിടെ നമ്മൾ മഴയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ, ചെറിയൊരു വെയിലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ തിരിച്ച് പോരാറായപ്പോഴത്തേനും ഒന്ന് മൂടിക്കെട്ടിയൊക്കെ നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. കണ്ടേ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ വാച്ച് ടവർ. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് ഫുള്ള് ഇവിടം കാണാനായിട്ട് പറ്റും.
അപ്പോൾ അതേ ഈ കാണുന്നത് കണ്ടോ, ഇതാണ് ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. കണ്ടോ, നല്ല രസമില്ല ഈ പച്ച പരവതാനി വിരിച്ച് കിടക്കുന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഇത് കണ്ടോ, അതാണ് കുന്തിപ്പുഴ. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ശരിക്കും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്ന് കാണുമ്പോണ്ടല്ലോ, നമുക്ക് എത്ര ടെൻഷനോ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ മറക്കും. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തിങ്ങനെ എത്തിയതുപോലെ തോന്നും. കാരണം നല്ല രസമാണ്, നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കൂല. കാരണം എന്ത് രസമാണെന്നൊക്കെ കാണാനായിട്ട്. ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ആ ഫുള്ള് നമുക്കിങ്ങനെ കാണാൻ പറ്റും. കണ്ടോ, കുന്തിപ്പുഴ കണ്ടോ, എന്താ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ടും അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് അതിൻ്റെ അവിടം വരെയാണ് നമ്മുടെ വാച്ച് ടവർ ഇല്ലേ, അവിടം വരെയാണ് കേട്ടോ വണ്ടി വരുള്ളൂ. ബാക്കി ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ആനയും കടുവയും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ഒരു മലയണ്ണാനെ കണ്ടു, പിന്നെ കുരങ്ങിനെ കണ്ടു, അതൊക്കെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. വേറെ എന്തൊക്കെയോ കുറേ സൗണ്ടുകളൊക്കെ കേട്ടു, അല്ലാണ്ട് ഒന്നും കണ്ടില്ല. പിന്നെ വനത്തിൻ്റെ ഉള്ളിൽ ഓരോ കാഴ്ചകൾ നോക്കി എത്ര കണ്ടാലും മടുപ്പ് തോന്നാത്ത. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു 4-5 മണിക്കൂറാണ് നമുക്ക് ഈ വനത്തിൻ്റെ ഉള്ളിൽ കാഴ്ചകൾ കാണാനും ഒക്കെയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. അപ്പോൾ നമ്മൾ ഈ സൈലൻറ്റ് വാലി വനത്തിനോടും അവിടുത്തെ മനോഹരമായ കാഴ്ചകളോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ചു പോകേണ്ട സമയമായിട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഒരു മലയണ്ണാനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ മലയണ്ണൻ. ആള് നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. എൻ്റെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ നല്ല രസമുണ്ട്. മരങ്ങൾ ഇത് കണ്ട് 2 ബട്ടർഫ്ലൈസ് ഉണ്ട്, വൈറ്റ് കളറുള്ള 2 ബട്ടർഫ്ലൈ. ഒരിക്കലെങ്കിലും ഇവിടേക്ക് ഒന്ന് വന്ന് നോക്കണം കേട്ടോ, നല്ല രസമാണ്. നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ, അപ്പോൾ ഒരാൾ പറഞ്ഞു കേൾക്കണ പോലെ അല്ല, ശരിക്കും നമ്മളൊക്കെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഇത് കണ്ടേ, ഇത് സിംഹവാലൻ കുരങ്ങിന് ഏറ്റവും ഇഷ്ടമുള്ള പഴമാണ്, അവരേറ്റവും കൂടുതൽ കഴിക്കുന്നതാണ്. അതിങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ കുറേ നല്ല ഓർമ്മകൾ, ഒരുപാട് യാത്രകൾ നമ്മൾ പോവാറുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഓരോ യാത്രയും ഓരോ പാഠങ്ങളാന്ന് പറയില്ലേ. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു.